മില്ലിലാണ്. നമുക്ക് ഷുഗർ മില്ലിൻ്റെ വിശേഷങ്ങൾ അറിയാം. നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊരു ഷുഗർ ഫാക്ടറിയാണ്. പല സ്ഥലത്തു നിന്ന് കരിമ്പ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ട്രെയിനാണ് കിടക്കുന്നത്. ട്രെയിന് ലോഡ് കൊണ്ട് ഇറക്കിയിട്ട് പോവുകയാണ് അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി. ഇത് വലിയൊരു ഷുഗർ മില്ലാണ്, ഷുഗർ കെയിൻ ഫാക്ടറി. രാത്രിയിലും എല്ലാം വർക്കിങ്ങാണ്. അതിൻ്റെ സ്റ്റീമാണ് പോകുന്നത്. പുകയായിട്ട് കാണുന്നത് അതിൻ്റെ സ്റ്റീം പോകുന്നതാണ്. ഹലോ, ഇതാണ് ഷുഗർ മില്ല് കേട്ടോ. നമ്മുടെ കരിമ്പ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചാണ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഉണ്ടാക്കുന്നത്. അതിൻ്റെ വലിയൊരു ഫാക്ടറിയാണ്. ഇങ്ങനെ അങ്ങോട്ട് കിടക്കുവാണ് ആ സൈഡോട്ടെല്ലാം. നമ്മൾ ഈ പുക പോകുന്നത് അത് നീരാവിയാണ് കേട്ടോ, അല്ലാതെ പ്രോപ്പർ പുകയല്ല, തീ കത്തിച്ചിട്ടുള്ള പുകയല്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ ലയിച്ച് അത് ഇല്ലാണ്ടാവുകയാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതെന്തോ ഈ പറഞ്ഞ പോലെ ആവി കയറ്റിയുള്ള പരിപാടിയാണ്. ഇതാണ് മറ്റേ ഷുഗറിൻ്റെ കരിമ്പ് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിന്. അതിവിടെ ലോഡ് ഇറക്കിയിട്ട് ഇവിടെ കിടക്കുവാണ് അടുത്ത ട്രിപ്പിന് പോകാൻ വേണ്ടി. അങ്ങനെ ആണ് കാണുന്നതെല്ലാം മില്ലിൻ്റെ ഭാഗമാണ് കേട്ടോ, ഷുഗർ മില്ലിൻ്റെ. ഇവിടെ വെച്ചാണ് ഇത് നമ്മുടെ ഇവിടുത്തെ ക്യൂൻസ്ലാൻഡിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഷുഗർ മില്ലാണ്. ഇവിടെ എനിക്ക് തോന്നുന്ന 500ഓളം ആൾക്കാർ മിച്ചം വർക്ക് ചെയ്യുന്നുണ്ട് ഡേ നൈറ്റ് ഷിഫ്റ്റുകളിലായിട്ട്. ഇവിടെ വർക്ക് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ഒക്കെ വേണം. എഞ്ചിനീയർമാർക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല സാലറിയൊക്കെയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഷുഗർ മില്ലിൻ്റെ കാര്യം. ഹലോ, ഇപ്പം നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ല. അവർ ഇപ്പോൾ സമ്മതിക്കില്ല, അലൗഡില്ല. ചിലപ്പോൾ അവർ കാണിക്കുന്നതാണ്. ഇപ്പം തിരക്കുള്ള സീസണാണ്, അതുകൊണ്ട് അപകടം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ഓഫ് സീസണിൽ അവർ നമുക്കിതിനകത്ത് കയറി കാണാൻ പറ്റുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.